സ്റ്റെയർകേസിന് താഴെയായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാഷ് ഏരിയ ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കേർവ്ഡ് ടൈപ്പിലുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള രണ്ടാമത്തെ റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള 6-6.5 സൈസിൽ കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഹെഡ് റെസ്റ്റ് റൗണ്ട് ആയിട്ടുള്ള കേർവ്ഡ് ആയിട്ടുള്ള ടൈപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കിച്ചൺ ആണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മനോഹരമായിട്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോറിലെല്ലാം ഗ്ലാസ് കൊടുത്ത് ഇൻസൈഡിൽ ഉപയോഗിച്ചേക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഓരോ ക്രോക്കറി സാധനങ്ങളും വൃത്തിയായി കാണുന്ന രീതിയിൽ തന്നെ ഗ്ലാസ്ഡ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വർണ്ണമനോഹര സങ്കല്പ നിറക്കാഴ്ചകളിലേക്ക് മിഴി തുറക്കുന്ന തണൽ നമ്മുടെ ഇടം എന്ന ചാനലിലൂടെ ഞങ്ങൾ ഇന്ന് വന്നെത്തിയിരിക്കുന്നത് ആലത്തൂരിലുള്ള സുമയ്യ ഷുക്കൂർ ദമ്പതികളുടെ വീട്ടിലാണ്. അതിമനോഹരമായി ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ട് അടിപൊളി അതിമനോഹരമായിട്ട് ഇന്റീരിയർ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഈ വീടിൻ്റെ വിശേഷങ്ങൾ പറയാൻ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വൈഫ് സുനിത കൂടെയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് നിങ്ങളിലേക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, അല്ലേ? നമുക്ക് കിടക്കാം. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോർ ചെയ്തിട്ടുള്ളത് തേക്ക് തടിയിലാണ്. ഹാൻഡിലിൻ്റെ ഉള്ളിലൂടെയല്ല, ഡോർ തുറന്ന് നമുക്ക് അകത്തേക്ക് കിടക്കാം. നമ്മുടെ ലിവിങ് ഏരിയക്ക് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിസുന്ദരമായി സെറ്റ് ചെയ്തിട്ട് മനോഹരമാക്കിയ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഒരു ടൈൽ ഫിനിഷിങ്ങിലാണ്. 6 ചെയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 വാളുകൾ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് 2 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഒരു പാറ്റേൺസ് ഓഫ് ടൈപ്പിലുള്ള ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ ഈ ടോപ്പ് ലെവലിൽ ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഏരിയയെ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്ന മറ്റൊരു ഭാഗമാണ് ഈ ഒരു സ്പേസിൽ വരുന്ന ഈ ഒരു സ്റ്റഡി ഏരിയ. ഈ സ്റ്റഡി ഏരിയയ്ക്ക് ചേർന്ന രീതിയിൽ തന്നെ സ്യൂട്ടബിൾ ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് ഏറ്റവും സുന്ദരമായി ചെയ്തിട്ടുള്ള ഒരു ലൈറ്റോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പൺ ഷെൽഫും കൊടുത്ത് ടോപ്പിൽ ഒരു സ്റ്റോറേജ് ഏരിയയും കൂടി കൊടുത്ത് സുന്ദരമാക്കിയ ഒരു ഭാഗമാണ് ഈ ഹാളിലെ ലിവിങ് സ്പേസിൽ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ. സ്റ്റെയർകേസിന് താഴെയായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാഷ് ഏരിയ ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കേർവ്ഡ് ടൈപ്പിലുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ താഴെ ഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ ആയിട്ടുള്ള ഒരു ബേസിനും കൂടെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെന്റ്സും ഇവിടെ ചേർത്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു കാര്യത്തെ ഏറ്റവും ഭംഗിയാക്കുന്നത്. 3 ബെഡ്റൂമുകളുള്ള ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സുന്ദരമായ ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ബെഡ്റൂമിൽ തന്നെ കോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് 6-6.25 അടി സൈസിലുള്ള കോട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഹെഡും കൊടുത്തിട്ടുണ്ട്, 2 കുഷ്യനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 സൈഡ് ടേബിൾസും ഒരു വാൾ ആർട്ടായിട്ട് ഒരു സ്റ്റീൽ ഫിനിഷ് ഇട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെ ആഡ് ചെയ്തപ്പോൾ ഈ ഒരു ഏരിയ ഏറ്റവും മനോഹരമായി തീർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഈ ഒരു ബെഡ്റൂമിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണിത്. ഈ വാർഡ്രോബിൽ 3 ഡോർ വാർഡ്രോബും അതോടുകൂടി ഒരു ഓപ്പൺ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പൺ ഷെൽഫിലുള്ള ഏരിയകളെല്ലാം വ്യക്തമായി കാണുന്നതിന് വേണ്ടി ഒരു പ്രൊഫൈൽ ലൈറ്റ്സ് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. കൂടാതെ ഒരു ലോങ് ടൈപ്പിലുള്ള ഒരു മിറർ കൂടി ആഡ് ചെയ്ത് ഈ ഒരു ഭാഗത്തെ ഏറ്റവും മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. അതുകൂടാതെ 2 കർട്ടൻസ്, ആ കർട്ടൻസ് റോമൻ കർട്ടനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു കർട്ടൻ്റെ കൂടി ചേർന്നപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഏറ്റവും സിമ്പിളായി ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിലെ എല്ലാ ബെഡ്റൂമുകളും എല്ലാ ഡിസൈൻസും സിമ്പിളായി തന്നെ ചേർന്നിട്ടുള്ള ഈ ഒരു വീട്ടിൽ ഏറ്റവും സുന്ദരമായി തീർക്കാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗങ്ങളും മിനിമലായിട്ട് ഏറ്റവും സുന്ദരമായി തന്നെ ഇന്റീരിയർ ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കിച്ചൺ ആണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മനോഹരമായിട്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോറിലെല്ലാം ഗ്ലാസ് കൊടുത്ത് ഇൻസൈഡിൽ ഉപയോഗിച്ചേക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഓരോ ക്രോക്കറി സാധനങ്ങളും വൃത്തിയായി കാണുന്ന രീതിയിൽ തന്നെ ഗ്ലാസ്ഡ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഓരോ ഭാഗങ്ങളും മനോഹരമാക്കി തീർക്കാൻ, ഇത്രയും ചെറിയൊരു കിച്ചൺ ആണെങ്കിലും അതിസുന്ദരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോ കാഴ്ചകളും ഇതിനകത്ത് കൊടുത്തേക്കുന്ന ലൈറ്റുകളും എല്ലാം ഇതിനെ ഏറ്റവും സുന്ദരമായിട്ട് സഹായിക്കും. ഇവിടെ വർക്ക് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ 2 ഡോറ് കാണാം. ഇതിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഈ വർക്ക് ഏരിയയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഷിംഗ് മെഷീനും ഈ ഒരു ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാഷിംഗ് മെഷീൻ്റെ ഒരു ബിൽറ്റ് ഇൻ ടൈപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള രണ്ടാമത്തെ റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള 6-6.25 സൈസിൽ കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഹെഡ് റെസ്റ്റ് റൗണ്ട് ആയിട്ടുള്ള കേർവ്ഡ് ആയിട്ടുള്ള ടൈപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ലോഫ്റ്റ് ഹൈ ലെവൽ വരെ, നമ്മൾ സീലിംഗ് ലെവൽ വരെ കൊടുത്തിട്ടുള്ള ഒരു വാർഡ്രോബ്, 6 ഡോർ വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ
ഒരു മിറർ റൗണ്ട് ടൈപ്പിലായിട്ടുള്ള ഒരു മിററും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് കൂടെ തന്നെ 2 സൈഡ് ടേബിൾസും കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ടൈപ്പിലുള്ള 2 സൈഡ് ടേബിൾസ് ആണ് ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വീടിനെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഓരോ ഭാഗങ്ങളും ഓരോ റൂമുകളും സുന്ദരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുള്ളത് അതിസുന്ദരമായി തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ കുഷ്യൻസും ഓരോ കളറിലാണ് പാറ്റേണിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസിൽ ഗ്ലാസ് ബെൻഡ് ടൈപ്പ് സ്റ്റെയർ കേസ് ആണെങ്കിലും ഒരു സൈഡ് മാത്രമാണ് ബെൻഡ് ടൈപ്പ് ആയിട്ടുള്ള ഗ്ലാസ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് റെസ്റ്റ് ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ട് ഹാൻഡ് റെസ്റ്റ് ടോപ്പ് വുഡൻ ഫിനിഷിങ്ങിൽ തന്നെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മഹാഗണി തടിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഹാൻഡ് റെസ്റ്റ് കൊടുക്കുന്നതിനായിട്ട്. ഈ കയറി വരുന്ന ഭാഗം തന്നെ ബാൽക്കണി ആയിട്ട് വരുന്ന ഒരു ഭാഗത്തേക്ക് നമുക്ക് ലിവിങ് സ്പേസിലേക്ക് കാണാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്ത് ഡബിൾ ഹൈറ്റിൽ ഒരു ഷാൻലെയർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് തന്നെ അതിനോടനുബന്ധിച്ച രീതിയിൽ തന്നെയാണ് ലോങ് ടൈപ്പിലുള്ള ഒരു കർട്ടൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷാൻലെയർ നല്ല ഭംഗിയിലുള്ള ഒരു ടൈപ്പായിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറി വരുന്ന ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം, അതായത് 2980 സ്ക്വയർ ഫീറ്റിൽ വർക്ക് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു വീടായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ലിവിങ് സ്പേസ് പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഇതിൻ്റെ കയറി വരുന്ന സ്റ്റെപ്പ് ഏരിയ തന്നെ കയറി വരുന്ന ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സോഫ കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഇവിടെ ഒരു കോഫി ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനും ഭംഗി കൂട്ടുന്ന രീതിയിൽ തന്നെ ഓരോ എലമെന്റ്സും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഇവിടെ ഒരു അയണിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അയണിങ് സ്പേസിലേക്കുള്ള ഒരു ഭാഗത്ത് തന്നെ ഷർട്ട് എല്ലാം അല്ലെങ്കിൽ ഡ്രസ്സ് എല്ലാം അയൺ ചെയ്ത് ഹാങ് ചെയ്യാനായിട്ട് ഒരു ലോങ് ഡോർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും മനോഹരമായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു എലമെന്റ്സ് കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമുകളുള്ള ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഈ ബെഡ്റൂമും അതുപോലെ തന്നെ സെയിം, അതായത് താഴെ പറഞ്ഞ അതുപോലെ തന്നെ ഒരു 6-6.25 സൈസിലാണ് ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള ഹെഡ് റെസ്റ്റിന്റെ പാറ്റേൺസ് മാത്രമാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ 3 ഡോറുകളായിട്ടുള്ള ഒരു വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. ലോങ് ടൈപ്പ് കേർവ്ഡ് ആയിട്ടുള്ള ഒരു മിററും കൂടെ കൊടുത്ത് ഒരു മിറർ നമുക്കൊരു ഫേസിലേക്കുള്ള ഒരു ലൈറ്റ് കൂടെ കൊടുത്തിട്ട് ഏറ്റവും സുന്ദരമാക്കി തന്നെ ഫിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. തണലിടങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇനിയും തുടരുകയാണ്. ഇനിയും പുത്തൻ വിശേഷങ്ങളും പുത്തൻ കാഴ്ചകളും നല്ല നല്ല വീടുകളുടെ വിശേഷങ്ങളും പുത്തൻ ഐഡിയകളും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇനിയും സദാ സന്നദ്ധരായിരിക്കും. ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സപ്പോർട്ടും സ്നേഹവും ആവശ്യമാണ്. അപ്പോൾ അതോടുകൂടി അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും താങ്ക് യു.